ശുചിത്വവും അണുമുക്തവുമായ സാനിറ്റേഷൻ സൌകര്യവും ഉറപ്പാക്കുന്ന ഈ ടോയ്ലറ്റുകൾക്ക് പൊതുസമൂഹത്തിൽ ആവശ്യക്കാർ ഏറുന്നു. ഈ ടോയ്ലറ്റിന്റെ പ്രത്യേകത കൊണ്ടുതന്നെ സ്കൂളുകളിലും ഈ സംവിധാനം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറെടുക്കുകയാണ്. പൊതുജനങ്ങൾക്ക് സൌകര്യപ്രദമായ രീതിയിലാണ് ഈ ടോയ്ലറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നാണയം നിക്ഷേപിച്ചാൽ താനെ തുറന്ന് പ്രവർത്തനക്ഷമമാകുന്ന ഡി-ലൈറ്റ് ഈ ടോയ്ലറ്റിനുള്ളിൽ ലോകോത്തര നിലവാരത്തിലുള്ള ആധുനിക സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ടോയ്ലറ്റിലെ സ്വിച്ച് ഇട്ടാൽ ഫ്ലഷിംഗ് താനെ നടന്നുകൊള്ളും. ടോയ്ലറ്റിന്റെ തറ വൃത്തിയാക്കുന്നതും മെഷീൻ തന്നെ. ഈ ടോയ്ലറ്റിന് പവർ ഫ്ലഷിംഗ്, സക്കിംഗ് സിസ്റ്റം എന്നിവയുള്ളതുകൊണ്ട് വെള്ളത്തിന്റെ ഉപയോഗവും കുറവാണ്. ആധുനിക യുഗത്തിൽ ഈ ടോയ്ലറ്റിന്റെ പ്രാധാന്യം ഏറെയാണ് എന്നതിനാൽ തന്നെ ഇതിന് ആവശ്യക്കാരും ഏറുകയാണ്. പ്രതിദിനം ശരാശരി 80 പേരാണ് ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്. ഓണത്തിന്റെ നാളുകളിൽ പ്രതിദിനം 200 പേരും. 27 സ്കൂളുകളിൽ കൂടി ഈ ടോയ്ലറ്റ് സ്ഥാപിക്കുന്നതിന്റെ പണിയിലാണ് ഡി-ലൈറ്റ് ഈ ടോയ്ലറ്റ് സ്ഥാപകരായ ഇറാം സയന്റിഫിക് ഗ്രൂപ്പ് ഡയറക്ടർ കൂടിയായ മനോഹരൻ. ഈ ഒരു മേഖലയിലെ ആദ്യത്തെ പ്രോഡക്റ്റ് ആണ് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അത് പൊതുസമൂഹം അംഗീകരിച്ചു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എപ്പോഴും വൃത്തിയുള്ളതും ശുചിയായതും അവരുടെ ആവശ്യങ്ങളെ എപ്പോഴും കേറ്റർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടോയ്ലറ്റ് സംവിധാനം സ്കൂളുകളിലും പൊതുസമൂഹത്തിനും കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ സാധിക്കുന്നത്. സംസ്ഥാനത്തുടനീളമായി 35 ഈ ടോയ്ലറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പദ്ധതി വിപുലീകരണത്തിന്റെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ 15ഓളം ടോയ്ലറ്റ് സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.